നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. 2027 വരെ കാലാവധി ഉണ്ടായിരിക്കെയാണ് അരുൺ ഗോയൽ രാജിവെക്കുന്നത്. രാജിയുടെ കാരണം വ്യക്തമല്ല. അടുത്ത ഫെബ്രുവരിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകേണ്ട ആളായിരുന്നു ഗോയൽ. അപ്രതീക്ഷിത രാജി ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയലിൻ്റെ രാജിയോടെ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 ഒഴിവിലേക്കും കേന്ദ്ര സർക്കാരിന് ഇനി നേരിട്ട് നിയമനം നടത്താം. പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയ താൽക്കാലിക സമിതിക്കായിരുന്നു ഇതുവരെ കമ്മീഷണർമാരെ നിയമിക്കാനുള്ള അധികാരം. എന്നാൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന മന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന 3 അംഗ സമിതിക്ക് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള അധികാരം നൽകുന്ന നിയമം കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് സർക്കാർ പാസാക്കിയത്. ഇതോടെ ഇപ്പോഴത്തെ 2 ഒഴിവിലേക്കും കൂടുതൽ വിശ്വസ്തരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിനാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 15 ശേഷമാണ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. നയ തീരുമാനങ്ങളും പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങളും ഇതിനകം പൂർത്തിയാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട്. കർഷക സംഘടനകൾ ഇന്ന് രാജ്യവ്യാപകമായി തീവണ്ടി തടയും. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 4 മണിക്കൂർ റെയിൽപാതകൾ ഉപരോധിക്കാനാണ് ആഹ്വാനം. ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ അനുവദിക്കാത്തതിനാൽ കേന്ദ്രത്തെ കർഷകരുടെ ശക്തി അറിയിക്കാനാണ് തീവണ്ടി തടഞ്ഞുള്ള പ്രതിപക്ഷമെന്ന് കർഷക നേതാവ് സർവൻ സിംഗ് പതേർ വ്യക്തമാക്കി. വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി ശക്തമായ തിരമാലയിൽ തകർന്ന് 15 പേർ കടലിൽ വീണു പരിക്കേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഹൈദരാബാദ് സ്വദേശിനിയായ 26-കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലത്തിൻ്റെ കൈവരി തകർന്നാണ് ആളുകൾ കടലിൽ വീണത്. വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവത്തിൽ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി. അതേസമയം സംഭവത്തിൽ മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ബ്രിഡ്ജ് സ്ഥാപിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട V മുരളീധരൻ വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ സർക്കാർ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്ന് കുറ്റപ്പെടുത്തി. പത്മജയെ BJPയിൽ എത്തിച്ചത് മോദി പിണറായി ബന്ധത്തിലെ ഇടനിലക്കാരാണെന്ന് ആവർത്തിച്ച് K മുരളീധരൻ. പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ബന്ധിപ്പിക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് K മുരളീധരൻ ആരോപിച്ചു. ബെഹ്റയുടെ മെട്രോ MD എന്ന സ്ഥാനം ആലങ്കാരികമാണെന്ന് മുരളീധരൻ പറഞ്ഞു. മുരളീധരനെതിരെ ആയുള്ള പത്മജയുടെ ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ BJPക്കാരിയുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ മനസ്സിലെന്ന് മുരളീധരൻ പരിഹസിച്ചു. K മുരളീധരൻ്റെ ആരോപണത്തിൽ പ്രതികരിച്ച് പത്മജ വേണുഗോപാൽ. ലോക്നാഥ് ബെഹ്റ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിക്കുന്നുവെന്നും പത്മജ പറഞ്ഞു. തന്നെ BJPയിലേക്ക് ഡൽഹിയിൽ നിന്ന് നേരിട്ടാണ് ക്ഷണിച്ചതെന്നും അവർ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നത് CPM BJP പാക്കേജ് ആണെന്ന് KC വേണുഗോപാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമരത്വമുള്ള പാർട്ടിയാണ്. നേതാക്കളെ അടർത്തിക്കൊണ്ടുപോയാൽ കോൺഗ്രസ് എന്ന പാർട്ടി അവസാനിക്കില്ല. പിണറായി വിജയൻ ഏത് പ്രസംഗത്തിലാണ് മോദിയെ വിമർശിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു. K മുരളീധരന് സ്വീകരണം നൽകി. തൃശൂർ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയോടെ മുരളീധരൻ K കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി ആദരം അർപ്പിച്ചു. ഓടി മുന്നിൽ കയറാനാണ് തനിക്കിഷ്ടമെന്നും തൃശ്ശൂരിൽ BJPയെ മൂന്നാമതെത്തിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. K കരുണാകരൻ ഉറങ്ങുന്ന മണ്ണിൽ സംഘികളെ അടുപ്പിക്കില്ല. കരുണാകരനെ ആരും സംഘിയാക്കാൻ നോക്കേണ്ടെന്നും വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടിയ അച്ഛൻ്റെ ആഗ്രഹം പൂർത്തീകരണമാവും തെരഞ്ഞെടുപ്പ് വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലായിടത്തും ഇറങ്ങുന്ന ശിഖണ്ഡിയാണ് K മുരളീധരൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ.
സ്വന്തം മാതാവിനെ ആക്ഷേപിച്ച കോൺഗ്രസിലെ സാമൂഹ്യ വിരുദ്ധരെ തള്ളിപ്പറയാൻ പോലും മുരളീധരൻ തയ്യാറായില്ല. ഇടതുമുന്നണിയെ ജയിപ്പിക്കാനാണ് മുരളീധരൻ തൃശ്ശൂരിൽ എത്തിയതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. സ്വന്തം പാർട്ടിയെ പോലും ഒറ്റിക്കൊടുത്ത ആളാണ് കെ സുരേന്ദ്രനെന്നും ഒരു ഒറ്റുകാരൻ്റെ സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ലെന്നും കെ മുരളീധരൻ. കോൺഗ്രസ് പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് കോൺഗ്രസിലിരുന്നവർ നാളെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കും? ഒരു സംസ്ഥാന ഭരണം കോൺഗ്രസിന് കൊടുത്താൽ കോൺഗ്രസ് അത് BJPക്ക് കൊടുക്കും. ഇങ്ങനെ നാണം കെട്ട പാർട്ടി ഉണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മാസം 1000 രൂപ വീതമടച്ച് RO, UV, UF, ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. നറുക്കു വന്നാൽ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക. 9447 15 1447. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം.